പിന്നെ രസം വെച്ചാൽ ബൈക്കിൽ ഇങ്ങനെ കോളേജ് കുട്ടികളായിട്ട് ഇങ്ങനെ കോളേജ് ആരൊക്കെയോ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കപ്പിൾസ് പോലെ തോന്നിക്കാം, പക്ഷേ കപ്പിൾസ് ആയിരിക്കണം എന്നില്ല. അങ്ങനെ കുട്ടികൾ കുറേ കടന്നു പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉള്ളതാണ്. ഇരു സൈഡുകളും കമ്പി. ഇതെനിക്ക് തോന്നുന്നു ഷോർട്ടാണെന്ന് അറിയില്ല. ഈ ഇലക്ട്രിക് ആയിരിക്കും, കാരണം ആന നാട്ടിലേക്ക് കടന്നു വരേണ്ട വിചാരിച്ചിട്ടേ ശരിക്കും ഇത് ഇലക്ട്രിക്കൽ സെറ്റ് ആന കയറാതിരിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ആനയുടെ വാലിടിക്കുമ്പോൾ പെട്ടെന്ന് ഷോർട്ടാവും. ആനയ്ക്ക് ഭയങ്കര ഇതായിരിക്കും. ഇനി ഇവിടുന്ന് ഞങ്ങളുടെ ആനയുടെ ഏരിയയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി നിലയത്തിൽ നിന്നും നമ്മൾ മലക്കപ്പാറയിലുള്ള മലക്കപ്പാറയിലെ യാത്രയാണ്. മലക്കപ്പാറ നിങ്ങൾക്ക് അറിയാം, പുലിയുടെ സ്ഥലമാണ്. ഞങ്ങൾ വിശദമായിട്ട് വർഷങ്ങളിലൊക്കെ ഇങ്ങനെ അവധികളൊക്കെ വരുമ്പോൾ നാട്ടിൽ നിന്നൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പോവാറുണ്ട്. വർഷത്തിൽ 1 പ്രാവശ്യമൊക്കെ പോവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓരോന്നും യാത്രയല്ലേ, അപ്പോൾ നമുക്ക് ജീവിതയാത്രയുടെ ഇടയ്ക്ക് ഇപ്പം എല്ലാവരും ക്ലബ് ചെയ്യാൻ പറ്റില്ല, നാട്ടുകാരൊക്കെ ആയിട്ട് പോക്ക്. അതൊക്കെ ഒരു രസമാണ്. അങ്ങനെ വളരെ രസകരമായി വീണ്ടും പോവുകയാണ്. ആനയെ കാണണം എന്നുള്ളൊരു ഇഷ്ടത്തോടെയാണ് പോകുന്നത്. ആന ഉണ്ടാവുന്നത് ബസ്സുകാരൻ, KSRTC ബസ്സുകാരൻ പറഞ്ഞു ആന എവിടെയോ ഉണ്ട്. എന്താണെങ്കിലും ആനനെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, യാത്ര മനോഹരമാവട്ടെ. വലിയ ഭീമാകാരമായ മരങ്ങളുണ്ട് വലത്തെ സൈഡ്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. റോഡ് ലേശം വീതി കൂടുതലുണ്ട്. വീതി കൂടുതലെന്ന് വെച്ചാൽ അരികിലേക്ക് കുറച്ച് കോൺക്രീറ്റ് ഇതിലുകൊണ്ട് കുറച്ച് നീണ്ടു കിടക്കുന്നുണ്ട്, വീതി കൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഇനിയും മലക്കപ്പാറ ശരിക്കും എത്തണമെങ്കിൽ 70 കിലോമീറ്ററോളം ഉണ്ട്. വാൽപ്പാറയിലേക്ക് 70 കിലോമീറ്ററോളം. അരികുകളെല്ലാം വീതി കുറഞ്ഞ വഴിയാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരുപാട് വണ്ടികളില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ റോഡ് ഇത്ര വീതിയിൽ പോകുന്നത്. ഇന്ന് കാര്യമായിട്ടുള്ള മഴയില്ല, അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. യാത്ര അതുകൊണ്ട് വളരെ എളുപ്പമാവുന്നുണ്ട്. മഴ പെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ അത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല, സ്ലിപ്പറി ആയിട്ടൊക്കെ വരാം റോഡ്. എന്തായാലും വളരെ ഈ സന്ധ്യാനേരം ഇങ്ങനൊരു വനത്തിലൂടെയുള്ളൊരു യാത്ര പറഞ്ഞറിയിക്കാത്തൊരു സന്തോഷമാണ്. നമുക്കെന്തൊരു അനുഭൂതിയാണ്. പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മനുഷ്യരുടെ സന്തത സഹചാരികളായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കതൊരിക്കലും നിർവചിക്കാനാവാത്ത വികാരങ്ങളെ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അനുഭൂതികൾ സമ്മാനിക്കുന്ന യാത്രയാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിഷയമില്ല, പക്ഷെ എന്നിരുന്നാലും അത്ര കാണാൻ പറ്റില്ല. അപ്പോൾ വന്യമൃഗങ്ങൾ വന്നിട്ട് ഇത് ബോർഡറൊക്കെ ഓരോന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതാണ്ട കുറ്റാകുറ്റി ചെറിയ വെള്ളത്തിലേക്ക് വെള്ളച്ചാലി പോകുന്നത്. ഇതൊക്കെ മരുന്ന് വെള്ളങ്ങൾ. ഇതൊക്കെ മരുന്ന് വെള്ളമാണ്, ഈ സമയത്തേ കിട്ടുള്ളൂ. വേനലായി കഴിഞ്ഞാലും ഇവിടെ ഈ വെള്ളം ഉണ്ടാവും എന്ന് പറയണേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര അങ്ങോട്ട് അറിയില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാമാണ് കേരളം. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു കാട്ട് സമ്പത്ത്, വനസമ്പത്ത്, അതാണ് ഇതിൻ്റെ നമ്മുടെ സംഭവം. നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഒത്തിരി ബോർഡുകളുണ്ട്. പ്ലാസ്റ്റിക് ഇടരുത്, വേസ്റ്റ് നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകളുണ്ട്. നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ മരങ്ങളെ അനാവശ്യമായിട്ട് വെട്ടി ഉപദ്രവിക്കുക, കല്ലെടുത്തെറിയുക, ഈ വക പരിപാടികളൊന്നും പാടില്ല. എവിടെയൊന്നും അവർക്ക് ഒരു ഇത് വെക്കാമായിരുന്നു, നമ്മുടെ CCTV ഉണ്ടാവുമല്ലേ, അറിയില്ല. അവിടെ CCTV കാണുന്നില്ല. ഒരു CCTV ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായി. ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. സെൻസർ ഉണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഇടയ്ക്ക് തെളിച്ചവും പിന്നെ ഇരുണ്ടും ഒക്കെ ആയിട്ട് ഈ മരങ്ങൾ കൂടി വരുന്ന സമയത്ത് എത്ര വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ട് പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഭയങ്കര ഇതാണ്. എന്നാലും ഇനിയും ഒരു 70 കിലോമീറ്റർ നമ്മുടെ യാത്ര ഉണ്ട്. അതേപോലെ റോഡും മറ്റു മരങ്ങളെല്ലാം ഏകദേശമൊക്കെ സെയിം തന്നെ, വ്യത്യസ്തമായ മരങ്ങളില്ല. തേക്കുണ്ട്, പാഴ്മരങ്ങളുണ്ട്, മഹാഗണി ഉണ്ട്, ഇരുമ്പോളുണ്ട്. നല്ല കാനലുണ്ട് ഇവിടെ. അതെല്ലാം തേക്ക് മരങ്ങളാണ്. വലിയ തേക്ക് മരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ തേക്ക് ഉള്ള സ്ഥലം നിലമ്പൂരാണെന്ന് അറിയാമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. നിലമ്പൂരാണ് ഏറ്റവും വണ്ണവും നീളവും എല്ലാം കൂടിയ തേക്കുള്ളത്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ്. ഇവിടെ അത്രയ്ക്കില്ലെങ്കിലും കണ്ടതിൽ കുറച്ച് വലിപ്പം കൂടുന്ന കുറച്ച് തേക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്.
ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിത മുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. പീയൂഷവാഹിനിയായി പീയൂഷവാഹിനിയായി ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിത ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാകയങ്ങളിലൂടെ. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാകയങ്ങളിലൂടെ. എങ്ങോട്ടു പോയി എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ? നിങ്ങൾ വരില്ലയോ കൂടെ? കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാകയങ്ങളിലൂടെ. എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ നിങ്ങൾ വരില്ലയോ കൂടെ? ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. അതികൂട സുസ്മിത മുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഇവിടെ നമ്മളൊരു മുക്കുംപുഴ പട്ടികവർഗ സങ്കേത കേന്ദ്രം എന്ന് കണ്ടു. ഇത് പരമാവധി നമ്മൾ ആദിവാസി കേന്ദ്രം തന്നെയായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടോ ഇല്ലയൊന്നും ആരുണ്ടായാലും ചിലപ്പോൾ അവരൊക്കെ അന്യം നിന്ന പോലെ എന്നുള്ളേ പലതും അറിയാതെയും കേൾക്കാതെയും സംരക്ഷിക്കപ്പെടാതെയൊക്കെ ചിലപ്പോൾ വളരെ കുറച്ച് പേരിലായി ചുരുങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ പേര് മാത്രം മുക്കുംപുഴ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അറിയില്ല നമ്മളൊക്കെ എത്രത്തോളം അവരെയൊക്കെ പരിഗണിക്കുന്നുണ്ടെന്നും സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പോലെ ഇരിക്കും. അതിനെ കണ്ടു. മുക്കുംപുഴ പട്ടിക വർഗ കേന്ദ്രം, സംരക്ഷണ കേന്ദ്രം എന്ന് കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോൾ പ്രത്യേക അനുമതിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആ വഴി കണ്ടിങ്ങനെ പോകുന്നു എന്ന് മാത്രം. ജസ്റ്റ് ഇങ്ങനെ കണ്ടൊരു ബോർഡ് കണ്ടിങ്ങനെ പോകുന്നു.